Good morning. Coordination chemistry, spec, color of the complexes. കണ്ടോ, 3 കോംപ്ലക്സുകൾ തന്നിട്ടുണ്ട്. നിക്കൽ 2+ ആണ് മൂന്നിലും കിടക്കുന്നത്. അപ്പം നിക്കൽ H2O6 times 2+. ഹെക്സാ അക്വ നിക്കൽ 2+ ആണെങ്കിൽ അതിൻ്റെ കളറ് കണ്ടോ, അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് 720 നാനോമീറ്ററിലാണ്. ഇനി എന്താണ് ഈ മൂന്നും തമ്മിലുള്ള വ്യത്യാസം? സെക്കൻഡ് വൺ കണ്ടോ, ഹെക്സാമീൻ നിക്കലാണ്. അമോണിയ കോംപ്ലക്സ് ലിഗാൻഡ് ആണ് അവിടെ വരുന്നത്. അവിടെ അബ്സോർപ്ഷൻ നടക്കുന്നത് 570 നാനോമീറ്ററിലാണ്. നെക്സ്റ്റ് എഥിലീൻ ഡയമീൻ ആണ് അവിടെ ലിഗാൻഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ നടക്കുന്നത് 545 നാനോമീറ്ററിലാണ്, കുറച്ചുകൂടെ ഇൻറ്റൻസ് കളേർഡ് ആണ്. അപ്പം ലിഗാൻഡ് മാറുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ T2 EG തമ്മിലുള്ള ഗ്യാപ്പ് കൂടുന്നുണ്ട്. അത് നമുക്കറിയാം, നമ്മൾ സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ ഹയസ്റ്റ് പൊസിഷൻസിൽ കിടക്കുന്ന ലിഗാൻഡ്സ് ഈ സ്പ്ലിറ്റിങ് കൂട്ടും. അപ്പം അത് എന്താണ്, ആ സ്പ്ലിറ്റിങ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ട്രാൻസിഷൻ്റെ എനർജി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഗ്യാപ്പ് ഏറ്റവും കൂടുതൽ എഥിലീൻ ഡയമീൻ വരുന്നതിലാണ്. എഥിലീൻ ഡയമീൻ ആണ് സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ ഹയസ്റ്റ് പൊസിഷനിൽ കിടക്കുന്നത് കമ്പയർഡ് ടു അമോണിയ ആൻഡ് H2O ലിഗാൻഡ്. പിന്നെ ഈ കോംപ്ലക്സുകളുടെ കളറിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ ഗ്യാപ്പിനനുസരിച്ചിട്ടാണ് താഴെയുള്ള ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് ഇലക്ട്രോണിന്റെ ജമ്പിങ് നടക്കാൻ, ട്രാൻസിഷൻ നടക്കാൻ എത്ര എനർജി എടുക്കണം, അബ്സോർബ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ അബ്സോർബ് ചെയ്യുന്ന എനർജിയുടെ കോംപ്ലിമെന്ററി കളറാണ് നമുക്ക് ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റേഞ്ചാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏത് എനർജിയിലുള്ള ലൈറ്റാണ് അബ്സോർബ് ചെയ്തത്, അപ്പം ഒബ്സർവ് ചെയ്യുന്ന കളർ ഏതാണ്, അതിൻ്റെ ഒരു കോംപ്ലിമെന്ററി കളർ കാണിക്കുന്ന ഒരു വീലാണ് ഈ തന്നിട്ടുള്ളത്. കാണുന്നുണ്ടോ? വേവ് ലെങ്ത്. ഇപ്പം നമ്മൾ നേരത്തെ നിക്കലിൻ്റെ കോംപ്ലക്സ് കാണിച്ചു തന്നപ്പോൾ വേവ് ലെങ്ത് കാണിച്ചു തന്നു. വേവ് ലെങ്ത് ഇപ്പം E=hc/λ ആണ്. അപ്പം വേവ് ലെങ്ത് കുറവ് എന്ന് പറഞ്ഞാൽ എനർജി കൂടുതൽ എന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് വേവ് ലെങ്ത് കുറഞ്ഞാണ് വന്നത്. ഡിസ്റ്റൻസ് കൂടുമ്പോൾ എനർജി കൂടുകയാണ്, അപ്പോൾ വേവ് ലെങ്ത് കുറയുക ചെയ്യുക. അപ്പോൾ ഇവിടെ അബ്സോർബ്ഡ് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, ലൈറ്റ് അബ്സോർബ് ചെയ്തത്, അപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന കളർ. ഇപ്പോൾ അബ്സോർബ് ചെയ്തത് ലൈറ്റ് UV ആണെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത് കളർലെസ് ആണ്. വയലറ്റ് കളർ അബ്സോർബ് ചെയ്യുക യെല്ലോ ആണ് നമുക്ക് ഒബ്സർവ്ഡ് കളർ. അത് ഈ ചക്രം കാണുന്നുണ്ടോ? അവിടെ കണ്ടോ, വയലറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന യെല്ലോ. വയലറ്റ് അബ്സോർബ് ചെയ്താൽ യെല്ലോ കോംപ്ലിമെന്ററി കളറാണ് നമുക്ക് കാണുക. റെഡ് അബ്സോർബ് ചെയ്താൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആരാണ്? ഗ്രീൻ ആണ് അതിന്റെ കോംപ്ലിമെന്ററി കളർ, അതാണ് നമുക്ക് ഒബ്സർവ് ചെയ്യുക. ഇനി ഓറഞ്ച് അബ്സോർബ് ചെയ്താൽ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ബ്ലൂ ആണ് നമുക്ക് വിസിബിൾ ആയിട്ടുണ്ടാവുക. ഇനി വേറൊരു കളർ എടുത്ത് നോക്കിയേ, ഗ്രീൻ അബ്സോർബ് ചെയ്താൽ അതിൻ്റെ കോംപ്ലിമെന്ററി കളറായിട്ടുള്ള റെഡ് ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ അബ്സോർബ്ഡ് ലൈറ്റും ഒബ്സർവ്ഡ് കളറും ഏതാണെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാറ്. ഓക്കെ, നമ്മൾ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുമ്പം നമുക്ക് ആദ്യം അറിയേണ്ട കാര്യമാണ് ടേം സിമ്പിൾ, സ്റ്റേറ്റ്, മൈക്രോ സ്റ്റേറ്റ്. ഒരു ഇലക്ട്രോണിനെ അത് ഏത് ഓർബിറ്റലിലാണ് ഓക്യുപ്പൈ ചെയ്യുന്നത് നോക്കിയിട്ട് ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ നോക്കി, അങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങളും ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എനർജി ലെവലുകളെ ക്വാണ്ടം നമ്പർ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എനർജി ലെവലുകളെ, ഓർബിറ്റലുകളെ നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അവയെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. ആ 4 ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതിന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് N എന്ന ലെറ്റർ വെച്ചാണ്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ L, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ML, സ്പിൻ ക്വാണ്ടം നമ്പർ MS. ഈ ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ എനർജി ലെവലിനെയും ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ എനർജി ലെവലിനെയും ടേം സിമ്പിൾസ് ഉണ്ടാക്കണം. ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷന് എത്ര മൈക്രോ സ്റ്റേറ്റ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വിശദമായിട്ട് പഠിക്കണം. എന്നിട്ട് നമുക്ക് സ്പെക്ട്രയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ നടത്തുമ്പം, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എനർജി ലെവലുകളിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പം നമ്മൾ 3 റൂളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റൂളുകൾ ഫോളോ ചെയ്തിട്ടായിരുന്നു അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഓർ അയോൺ നടന്നിരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഓഫ് ബോ പ്രിൻസിപ്പിൾ. ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞത്? ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി. ഇഫ് മോർ ദാൻ വൺ ഓർബിറ്റൽ ഈസ് ഹാവിംഗ് സെയിം എനർജി,
ഇലക്ട്രോൺ പെയറിംഗ് വിൽ നോട്ട് ടേക്സ് പ്ലേസ് അണ്ടിൽ ഓൾ ദ ഓർബിറ്റൽസ് ആർ അറ്റ് ലീസ്റ്റ് സിംഗ്ലി ഓക്യുപ്പൈഡ്. ഒരേ എനർജി ഉള്ള ഒന്നിലധികം ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ ആദ്യം എല്ലാത്തിലും സിംഗ്ലി ഓക്യുപ്പേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പെയറിംഗ് നടക്കുള്ളൂ. ദാറ്റ് ഈസ് ഹൺസ് റൂൾ. പിന്നെ പറയുന്നത് മൂന്നാമത്തെ റൂള് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. നോ ടു ഇലക്ട്രോൺസ് ക്യാൻ ഹാവ് ഓൾ ദ 4 ക്വാണ്ടം നമ്പേഴ്സ് സെയിം. രണ്ട് ഇലക്ട്രോണുകൾക്ക്, ഒരാറ്റത്തിൻ്റെ അകത്തുള്ള രണ്ട് ഇലക്ട്രോണുകൾക്ക് എല്ലാ 4 ക്വാണ്ടം നമ്പറുകളും സെയിം ആയിട്ട് ഒരിക്കലും സംഭവിക്കില്ല. ഇതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഈ 3 റൂളുകൾ, ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ മുന്നേ പഠിച്ചതാണ്, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. Terms. Energy level of an atomic system specified by an electronic configuration. ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി. ഇനി ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെ മെനി ടേംസ് ഉണ്ടാവും, ഒരുപാട് ടേംസ് ഉണ്ടാവും. മെനി ടേംസ് മേ അറൈസ് ഫ്രം എ കോൺഫിഗറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻട്രിൻസിക് നാച്ചർ ഓഫ് ദ കോൺഫിഗറേഷൻ. ഇലക്ട്രോൺ ഫ്രം ഫിൽഡ് ഓർബിറ്റൽ ഹാവ് നോ കോൺട്രിബ്യൂഷൻ ടു എനർജി. അപ്പം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ അറ്റം നമ്മൾ എഴുതുമ്പോൾ അതിൽ ഒരുപാട്, ഇപ്പം ഉള്ളിലുള്ള ഓർബിറ്റൽസ് എല്ലാം പെയർഡ് ആയിട്ട് അവസാനം വരുന്ന വാലൻസ് ഓർബിറ്റലിലാണ് അൺപെയർഡ് അല്ലെങ്കിൽ സിംഗ്ലി ഓക്യുപ്പൈഡ് ഒക്കെ ആയിട്ട് ഇലക്ട്രോൺസ് ഉണ്ടാവുക. അപ്പോൾ ഈ പെയർഡ് ആയിട്ടുള്ള ഓർബിറ്റൽസിൽ നിന്ന് എനർജിയിലേക്ക് കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെ അസ്യൂം ചെയ്തിട്ടാണ് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ എനർജി ലെവലിൻ്റെ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ടേംസ് നമ്മൾ എഴുതുന്നത്. പാർഷ്യലി ഫിൽഡ് ഓർബിറ്റൽസ് ഡിസൈഡ് ദ എനർജി ടേംസ്. പാർഷ്യലി ഫിൽഡ് ഓർബിറ്റൽസ് മാത്രമാണ് എനർജി ടേമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ്, ഇലക്ട്രോൺസ് ഫ്രം ഫിൽഡ് ഓർബിറ്റൽസ് ഹാവ് നോ കോൺട്രിബ്യൂഷൻ ടു എനർജി. ഓക്കെ, ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ എനർജി ടേം നമ്മൾ കൺസിഡർ ചെയ്യുമ്പം അവിടെ പാർഷ്യലി ഫിൽഡ് ഓർബിറ്റൽസിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. ഫിൽഡ് ഓർബിറ്റൽസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഇനി പാർഷ്യലി ഫിൽഡ് ഓർബിറ്റൽസ് ഹാവ് 2 പെർട്ടർബേഷൻസ്. അവിടെ കൺസിഡർ ചെയ്യേണ്ട 2 ഫാക്ടേഴ്സ് ആണ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷനും സ്പിൻ ഓർബിറ്റ് കപ്ലിങ്ങും. ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ലെവലിലുള്ള ഇലക്ട്രോണും ഇപ്പുറത്തുള്ള ഇലക്ട്രോൺ അൺപെയർഡ് ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസ് തമ്മിലുള്ള റിപ്പൾഷൻ. പിന്നെ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്. അപ്പം ഒരു ഇലക്ട്രോണിന് സ്പിൻ ക്വാണ്ടം നമ്പർ ഉണ്ട്, ഓർബിറ്റ് ക്വാണ്ടം നമ്പർ ഉണ്ട്. ഈ സ്പിന്നും ഓർബിറ്റും രണ്ടും കൂടെ കപ്പിൾ ചെയ്തിട്ടൊരു റിസൾട്ടൻ മൊമെന്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ വിശദമായിട്ട് പറയും. ഇത് രണ്ടും കൺസിഡർ ചെയ്യണം നമ്മൾ ടേംസ് എന്താണെന്നുള്ളത് നോക്കുമ്പോൾ. എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ആണ്. എനർജി ഡിപ്പെൻഡ്സ് ഓൺ ദ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺ. ദ ഇലക്ട്രോൺസ് ഇൻ പാർഷ്യലി ഫിൽഡ് ഓർബിറ്റൽസ് റിപ്പൽ ഈച്ച് അതർ. അടുത്തടുത്ത് കിടക്കുന്ന പാർഷ്യലി ഫിൽഡ് ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൽ ചെയ്യും. റിപ്പൾഷൻ സ്പ്ലിറ്റ് ദ എനർജി ലെവൽ റിസൾട്ടിങ് ഇൻ മെനി ടേംസ്. അപ്പം സെയിം എനർജിയുള്ള എനർജി ലെവൽസ് ഈ റിപ്പൾഷൻ കാരണം സ്പ്ലിറ്റ് ചെയ്യും. അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ വഴിയാണ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൽ ചെയ്യും. ആ റിപ്പൾഷൻ എനർജി ലെവലിനെ സ്പ്ലിറ്റ് ചെയ്യും. എനർജീസ് ഓഫ് ഇലക്ട്രോൺസ് വിത്തിൻ ആൻ ഓർബിറ്റൽ ഇറ്റ്സെൽഫ് ആർ സ്ലൈറ്റ്ലി ഡിഫറെന്റ്. പെയറിംഗ് ആൻഡ് എക്സ്ചേഞ്ച് എനർജീസ്. അപ്പം ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിന്റെ എനർജീസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയി മാറും. ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷനെ എക്സ്പ്രസ് ചെയ്യുന്ന 3 പാരാമീറ്റേഴ്സ് ആണ് രാഗ പാരാമീറ്റേഴ്സ് എ, ബി ആൻഡ് സി. ഒരു ഇലക്ട്രോണിനെ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വെച്ചിട്ട് അതിന്റെ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഈ രാഗ പാരാമീറ്റർ വെച്ച് പറയുന്നത്. ഈ 3 എ, ബി, സി എന്ന് പറയുന്ന 3 പാരാമീറ്ററും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു സ്റ്റേറ്റിന്റെ എനർജി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നാണ് പറയുന്നത്. രാഗ പാരാമീറ്റേഴ്സ് were generated as a means to describe the effect of electron repulsion within the metal complexes. എ എന്ന് പറയുന്നത് എ ഇഗ്നോർ ബിക്കോസ് ഇറ്റ് ഈസ് റഫ്ലി സെയിം ഫോർ എനി മെറ്റൽ സെന്റർ. എല്ലാ മെറ്റലിന്റെയും ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴുള്ള കോമൺ ഫാക്ടർ ആണ് എ. അതുകൊണ്ട് നമുക്ക് എ എന്ന് പറയുന്നത് എല്ലാത്തിനും സെയിം ആയതുകൊണ്ട് നമുക്ക് അതിനെ ഇഗ്നോർ ചെയ്യാം. ബി ഈസ് ജനറലി അപ്രോക്സിമേറ്റഡ് ആസ് 4c. ബി ഈസ് ഈക്വൽ ടു 4c ആണ്. അത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4c ആണ്. ഇനി ഓരോന്നും നമുക്ക് എന്താന്ന് വഴിയെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ബി എന്ന് പറയുന്ന ടേം വാട്ട് ബി റെപ്രസെന്റ് ഈസ് ആൻ അപ്രോക്സിമേഷൻ ഓഫ് ദ ബോണ്ട് സ്ട്രെങ്ത് ബിറ്റ്വീൻ ലിഗാൻഡ് ആൻഡ് മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള ബോണ്ട് സ്ട്രെങ്ത്തിനെ ആണ് ബി റെപ്രസെന്റ് ചെയ്യുന്നത്.
Comparisons between tabulated free ion B and B of a coordination complex is called the Nephelauxetic ratio. Nephelauxetic ratio അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. Nephelauxetic എഫക്റ്റ് എന്ന് പറയുന്നുണ്ട്. ക്ലൗഡ് എക്സ്പാൻഷൻ എഫക്റ്റ് എന്നും പറയാറുണ്ട്. അപ്പം നെഫ്ലോസെക്റ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫ്രീ മെറ്റൽ അയോണിനെയും അതിൻ്റെ തന്നെ കോംപ്ലക്സും കൺസിഡർ ചെയ്യുക. അപ്പം അതിലുള്ള ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫ്രീ മെറ്റൽ അയോണിൽ മെറ്റലിൻ്റെ ഇലക്ട്രോൺസ് ഡി ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഉണ്ട്. അതേപോലെ അതിൻ്റെ കോംപ്ലക്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിലുണ്ട് ഈ മെറ്റലിൻ്റെ ഡി ഇലക്ട്രോൺസ് അതിലുണ്ട്. അപ്പം ഇതിലൊക്കെ എന്തുണ്ട്? ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന ഓർബിറ്റലിലുള്ള ഇലക്ട്രോണുമായിട്ട് റിപ്പൾഷൻ ഉണ്ട്. പക്ഷേ കമ്പയർ ചെയ്യുമ്പം ഫ്രീ മെറ്റൽ അയോണിലുള്ള റിപ്പൾഷൻ ആണ് കൂടുതൽ ദാൻ ഇൻ ദ കോംപ്ലക്സ്ഡ് ഫോം. അപ്പം ഇതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രീ മെറ്റൽ അയോണിലാവുമ്പോൾ മെറ്റലിൻ്റെ ഓർബിറ്റൽസ് മാത്രമാണ്. അതേസമയം മെറ്റൽ കോംപ്ലക്സ് വരുമ്പം അവിടെ ലിഗാൻഡിൻ്റെ ഓർബിറ്റൽസും കൂടെ വന്ന് ഓവർലാപ്പിംഗ് നടന്നിട്ട് ഇലക്ട്രോണിൻ്റെ ക്ലൗഡിന് എക്സ്പാൻഡ് ചെയ്ത ഓർബിറ്റലിൽ എക്സ്പാൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റി. അപ്പം എന്താണ്, ഇലക്ട്രോണിന് ലിഗാൻഡ് ഓർബിറ്റലും കൂടെ വന്ന് ഓവർലാപ്പിംഗ് നടന്നിട്ട് എക്സ്പാൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റും എന്ന് പറയുമ്പം അവയുടെ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ കുറയും. അതുകൊണ്ടാണ് ഫ്രീ മെറ്റൽ അയോണിലുള്ള അത്രയും ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ കോർഡിനേഷൻ കോംപ്ലക്സ്ഡ് ഫോമിൽ കാണാത്തത്. ഇതിനെയാണ് നമ്മൾ നെഫ്ലോക്സെറ്റിക് എഫക്റ്റ് അല്ലെങ്കിൽ ക്ലൗഡ് എക്സ്പാൻഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഈ ബി എന്നുള്ള ടേം കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ മെറ്റൽ അയോണിൻ്റെ ബിയും കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ ബിയും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ നെഫ്ലോക്സെറ്റിക് റേഷ്യോ എന്ന് പറയുന്നത്. ദിസ് എഫക്റ്റ് ഈസ് വാട്ട് ഗിവ് റൈസ് ടു ദ നെഫ്ലോക്സെറ്റിക് സീരീസ് ഓഫ് ലിഗാൻഡ്സ്. ഈ റേഷ്യോ വഴി ഉണ്ടാവുന്ന ഒരു ലിഗാൻഡിൻ്റെ സീരീസ് ഉണ്ട്. അതിനെ നമ്മൾ നെഫ്ലോക്സെറ്റിക് സീരീസ് ഓഫ് ലിഗാൻഡ്സ് എന്ന് പറയും. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. The electron repulsion is found to be weaker in complexes than in free ion, and this means the value of B for complex is less than for a free ion. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫ്രീ അയോണിൻ്റെ ബിയേക്കാളും കുറവാണ് കോംപ്ലക്സിൻ്റെ ബി. This is due to the delocalization of the electron over the ligands away from the metal, which separates them and hence reduce the repulsion. ഫ്രീ മെറ്റലിനെ കമ്പയർ ചെയ്യുമ്പം മെറ്റൽ കോംപ്ലക്സ് എടുക്കുമ്പം ലിഗാൻഡുകളുടെ ഓർബിറ്റലിലേക്കും കൂടെ ഈ മെറ്റലിൻ്റെ ഇലക്ട്രോണിന് ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്. അപ്പം ഇലക്ട്രോൺ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് അവ തമ്മിലുള്ള റിപ്പൾഷൻ കുറയും. അപ്പോൾ റിഡക്ഷൻ ഓഫ് ബി ഫ്രം ഇറ്റ്സ് ഫ്രീ അയോൺ ഈസ് നോർമലി റിപ്പോർട്ടഡ് ഇൻ ടേംസ് ഓഫ് നെഫ്ലോസെറ്റിക് effect beta. Beta is equal to B prime, that is the Nephelauxetic effect of complex divided by B for free ion, where beta is the Nephelauxetic parameter and refer to the electron cloud expansion. Beta എന്ന് പറയുന്ന Nephelauxetic effectന്റെ റേഷ്യോയിലാണ് നമ്മൾ Nephelauxetic എന്താണ് ക്ലൗഡ് എക്സ്പാൻഷൻ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാറ്. ബി പ്രൈം എന്ന് പറയുന്നത് കോംപ്ലക്സിന്റെ Nephelauxetic ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ആണ്. അപ്പോൾ കോംപ്ലക്സിന് എന്താണെന്നാ പറഞ്ഞത്, നമ്മൾ കോംപ്ലക്സിൽ കുറവാണ് ദാൻ ഫ്രീ അയോൺ ആണ്. അപ്പോൾ ബി പ്രൈം ഈസ് ലെസ് ദാൻ ബി ആണ്. ഓക്കെ. The value of beta depends on ligand and vary along the Nephelauxetic series. അപ്പം ലിഗാൻഡിനനുസരിച്ചിട്ടാണ് ബീറ്റ മാറുന്നത്. The ligands can arranged in a Nephelauxetic series as shown below. This is the order of the ligand ability to cause d-electron cloud expansion. ലിഗാൻഡുകളുടെ നേച്ചറിനനുസരിച്ചിട്ടാണ് ബീറ്റ മാറുന്നത്. അപ്പോൾ ചില ലിഗാൻഡ്സിന് നല്ലോണം ഇലക്ട്രോണിൻ്റെ ക്ലൗഡ് എക്സ്പാൻഷന് സാധിക്കും, ചിലതിന് അത്ര സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ഓർഡറിൽ ലിഗാൻഡിനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ സീരീസിനെയാണ് നമ്മൾ നെഫ്ലോക്സെറ്റിക് സീരീസ് എന്ന് പറയുന്നത്. സീരീസ് നോക്കി നമുക്ക് മനസ്സിലാവും F-H2O ഇതൊക്കെ നെഫ്ലോക്സെറ്റിക് ക്ലൗഡ് എക്സ്പാൻഷൻ കപ്പാസിറ്റി കൂടുതലുള്ളതാണ്. I- Br- ഒക്കെ കുറവാണ്. This series tells us that a small value of beta means that there is a large measure of d-electron delocalization. Small value of beta means that there is a large measure of d-electron delocalization and a greater covalent character in the complex. Small value എന്ന് പറഞ്ഞാൽ ബീറ്റ എന്ന് പറഞ്ഞാൽ ബി പ്രൈം ബൈ ബി ആണ്. ബി പ്രൈം എന്ന് പറഞ്ഞാൽ കോംപ്ലക്സിനുള്ളതാണ്. അപ്പം ബീറ്റയുടെ വാല്യൂ കുറയുക എന്ന് പറഞ്ഞാൽ ബി പ്രൈം കുറയാണ് എന്നർത്ഥം അല്ലേ. മെറ്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ ബി പ്രൈം നല്ലോണം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ റിപ്പൾഷൻ കുറഞ്ഞു എന്നാണ്. റിപ്പൾഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺ കൂടി എന്നാണ്.
ഡീലോക്കലൈസേഷൻ ഡി ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷൻ കൂടി എന്ന് പറഞ്ഞാൽ അവിടെ ഓവർലാപ്പിംഗ് കൂടുതലാണ്. ദാറ്റ് മീൻസ് കോവാലന്റ് ക്യാരക്ടർ ഇൻ ദ കോംപ്ലക്സ് ഗ്രേറ്റർ ആണ് എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മെറ്റൽ ഫ്രീ മെറ്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ കോംപ്ലക്സിന് ഇലക്ട്രോൺ റിപ്പൾഷൻ കുറവാണ്. ബിയുടെ ഫാക്ടർ കുറവാന്ന് പറഞ്ഞല്ലോ നമ്മൾ ഫ്രീ ഇലക്ട്രോണിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതിന്റെ കാരണങ്ങൾ രണ്ടാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു ഓവർലാപ്പിംഗ് ഓഫ് ലിഗാൻഡ് ഓർബിറ്റൽ ആണ്. ദിസ് ഇലക്ട്രോൺ ക്ലൗഡ് എക്സ്പാൻഷൻ എഫക്ട് മേ occur for two reasons. One is that the effective positive charge on the metal has decreased because the positive charge of the metal is reduced by any negative charge on the ligand. The d orbital can expand slightly. മെറ്റലിന്റെ സെന്ററിലുള്ള പോസിറ്റീവ് ചാർജിന്റെ ഇന്റൻസിറ്റി കൂടുമ്പോൾ എന്താ വെച്ചാൽ അത് ഇലക്ട്രോണിനെ നല്ലോണം അതിന്റെ സെന്ററിലേക്ക് പിടിച്ച് വലിക്കും. അപ്പൊ അത് ഫ്രീ മെറ്റലിൽ അത് വലിക്കല്ലാണ്ട് വേറെ വഴിയില്ല. അതേസമയം കോംപ്ലക്സ് വരുമ്പം ലിഗാൻഡ് വരുന്നത് നെഗറ്റീവ് ചാർജ് കൊണ്ടാണ്. ഒന്നുകിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും കൊണ്ടാണ്. അപ്പൊ ഇത് കൊണ്ടുവരുമ്പം സെൻട്രൽ മെറ്റലിന്റെ പോസിറ്റീവ് ചാർജിന്റെ ഇന്റൻസിറ്റി ഒന്ന് കുറയും. അപ്പോൾ ഡി ഓർബിറ്റലിന് കുറച്ച് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. അതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ലിഗാൻഡ് ഓർബിറ്റൽ ഓവർലാപ്പിംഗ് നടന്നിട്ട് ആൻഡ് ഫോമിംഗ് കോവാലന്റ് ബോണ്ട് ഇൻക്രീസസ് ദ ഓർബിറ്റൽ സൈസ്. അപ്പം മോളിക്കുലാർ ഓർബിറ്റൽ ഇപ്പം ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റലും മെറ്റലിന്റെ ഓർബിറ്റലും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. ആ മോളിക്കുലാർ ഓർബിറ്റൽസ് കുറച്ചും കൂടെ എക്സ്പാൻഡഡ് ആണ് എന്ന് പറഞ്ഞാൽ ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റലും കൂടെ വന്നിട്ട് ഒരു ഓവർലാപ്പിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷൻ പോസിബിൾ ആവും. അതാണ് രണ്ടാമത്തെ റീസൺ. ജോർഗൻസൺ റിലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു റിലേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു ബീറ്റ ഇസ് ഈക്വൽ ടു ബി പ്രൈം ബൈ ബി. ബി പ്രൈം എന്ന് പറയുന്നത് കോംപ്ലക്സിന്റെ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഫാക്ടർ, ബി എന്ന് പറയുന്നത് ഫ്രീ മെറ്റൽ അയോണിന്റെ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഫാക്ടർ. ജോർഗൻസൺ ഡിറൈവ്ഡ് എ റിലേഷൻ ഫോർ ബീറ്റ ആസ് 1 മൈനസ് ബീറ്റ ഇസ് ഈക്വൽ ടു എച്ച് കെ. എച്ച് എന്ന് പറയുന്നത് ലിഗാൻഡ് പാരാമീറ്ററും കെ എന്ന് പറയുന്നത് മെറ്റൽ അയോൺ പാരാമീറ്ററുമാണ്. അപ്പോൾ ബീറ്റ പ്രൈം ഇസ് ഈക്വൽ ടു ബീറ്റ പ്രൈം അല്ല, ബി പ്രൈം ഇസ് ഈക്വൽ ടു ബി മൈനസ് ബി എച്ച് കെ എന്ന് വരും. ഈ എച്ച് കെ വാല്യൂസ് ഉണ്ടല്ലോ, കെ എന്ന് പറയുന്നത് മെറ്റലിന്റെ ഫാക്ടർ ആയിരുന്നു, എച്ച് എന്ന് പറയുന്നത് ലിഗാൻഡിന്റെ ഫാക്ടർ. അതിങ്ങനെ ഒരു സീരീസ് ആയിട്ടൊരു ടാബുലേറ്റഡ് കോളം നമുക്കുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എത്രത്തോളം ബീറ്റയും ദാറ്റ് മീൻസ് ബി പ്രൈമും ബിയും എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. മെറ്റൽ കോംപ്ലക്സിന്റെ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ മനസ്സിലാക്കാൻ പറ്റും. സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് നമ്മൾ പറഞ്ഞു, ഇലക്ട്രോൺസ് എനർജി ലെവൽസിൽ നിൽക്കുമ്പം അതിന് ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഇലക്ട്രോണിന് തന്നെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് പോസിബിൾ ആണ്. അതിൻ്റെ കാരണമാണ് ഈ പറയുന്ന സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്. ഇലക്ട്രോൺ ഹാസ് ബോത്ത് സ്പിൻ ആൻഡ് ഓർബിറ്റ് ആംഗുലർ മൊമെന്റ് ആൻഡ് അസോസിയേറ്റഡ് മാഗ്നറ്റിക് മൊമെന്റ്. ദിസ് മാഗ്നറ്റിക് മൊമെന്റ് ഇന്ററാക്ട് വീക്ക്ലി ടു സ്പ്ലിറ്റ് ദ എനർജി ലെവൽ. ഇലക്ട്രോണിന് ഉണ്ടാവുന്ന മാഗ്നറ്റിക് മൊമെന്റ് ആണ് ഈ എനർജി ലെവലുകളെ സ്പ്ലിറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. Microstates can be visualized through the vector model of the atom. The vector model associates angular momentum with energy. Each electron has an orbital angular momentum L and a spin angular momentum S. Orbital angular momentum ഓരോ ഇലക്ട്രോണിനും സ്മോൾ എൽ സ്മോൾ എസ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റും സ്പിൻ ആംഗുലാർ മൊമെന്റും ഉണ്ട്. Single electron orbital angular momentum and hence the total angular momentum capital L can only have certain orientations of quantization. This total orbital angular momentum L എന്ന് പറയുന്നത് ക്യാപിറ്റൽ L എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഓരോ ഇലക്ട്രോണിനുള്ള ആംഗുലർ മൊമെന്റ് ആണ് സ്മോൾ എൽ. അതിന്റെ വെക്റ്റർ സമ്മാണ് നമുക്ക് കിട്ടുന്ന ക്യാപിറ്റൽ ടോട്ടൽ ആംഗുലാർ മൊമെന്റം എൽ എന്ന് പറയുന്നത്. ഇനി സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് പറയുമ്പം ഫസ്റ്റ് പറയുന്നത് റസൽ-സാൻഡേഴ്സ് കപ്ലിംഗ് ആണ്. അതിലെങ്ങനെ പറയണ വെച്ചാല് റസൽ-സാൻഡേഴ്സ് കപ്ലിംഗ് ഫോർ ലൈറ്റ് ആറ്റംസ് ആണ്. അപ് ടു ബ്രോമിൻ വരെയുള്ള ആറ്റത്തിനാണ് റസൽ-സാൻഡേഴ്സ് കപ്ലിംഗ് വർക്ക് ചെയ്യുക. അത് റസൽ-സാൻഡേഴ്സ് കപ്ലിംഗ് വർക്ക് വെൽ ഫോർ ലൈറ്റ് എലമെന്റ്സ് അപ് ടു ബ്രോമിൻ. ഇനി എങ്ങനെയാണ് ഈ റസൽ-സാൻഡേഴ്സ് കപ്ലിംഗ് പറയുന്നത് നോക്കിയേ. J is equal to capital L plus S minus 1 etc. പോയിട്ട് L minus S വരെ. അപ്പം ഓരോ ഇലക്ട്രോണിനും ഇൻഡിവിജ്വൽ ആംഗുലാർ മൊമെന്റംസ്
ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റും സ്പിൻ ആംഗുലാർ മൊമെന്റും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിന് നമ്മൾ സ്മോൾ എസ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു. ഇനി അതിൻ്റെയൊക്കെ റിസൾട്ടന്റ് ആംഗുലാർ മൊമെന്റം, ടോട്ടൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റും ടോട്ടൽ സ്പിൻ ആംഗുലാർ മൊമെന്റും ഉണ്ട്. അത് കിട്ടുന്ന വഴിയാണ് ഇത് തന്നിട്ടുള്ളത്. ക്യാപിറ്റൽ L is equal to L1 plus L2, L1 plus L2 minus 1 എക്സെട്രാ പോയിട്ട് L1 minus L2 വരെ. അതേപോലെ ടോട്ടൽ സ്പിൻ ആംഗുലാർ മൊമെന്റം കിട്ടുന്നത് S1 plus S2, S1 plus S2 minus 1 പോയിട്ട് മോഡുലസ് S1 minus S2 വരെ. അങ്ങനെയാണ് നമുക്ക് ഓരോ ആറ്റത്തിന്റെയും ഇൻഡിവിജ്വൽ ഇലക്ട്രോണിന്റെ ഇൻഡിവിജ്വൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റവും ഇൻഡിവിജ്വൽ സ്പിൻ ആംഗുലാർ മൊമെന്റവും കമ്പൈൻ ചെയ്തിട്ട് ടോട്ടൽ ആംഗുലാർ മൊമെന്റവും ടോട്ടൽ സ്പിൻ ആംഗുലാർ മൊമെന്റവും കിട്ടുന്നത്. ഇനി ഈ കിട്ടിയ ടോട്ടൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റവും ടോട്ടൽ സ്പിൻ ആംഗുലാർ മൊമെന്റവും കപ്പിൾ ചെയ്തിട്ട് ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ ആയിട്ടുള്ള J എന്ന് പറയുന്ന ഒരു ക്വാണ്ടം നമ്പർ ഉണ്ടാവും എല്ലാ ആറ്റത്തിനും. ഫൈനലി കപ്പിൾ ക്യാപിറ്റൽ L ആൻഡ് ക്യാപിറ്റൽ S ടു ഗിവ് ദ ടോട്ടൽ ആംഗുലാർ മൊമെന്റം J ഫോർ ദ എൻറ്റയർ ആറ്റം. ഈ ജെനെയാണ് നമ്മൾ ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇത് ലൈറ്റ് എലമെന്റ്സ് അപ് ടു ബ്രോമിൻ വരെയുള്ള ലൈറ്റ് എലമെന്റ്സിനാണ് ഇത് വർക്ക് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. The extent to which L and S are coupling is called spin orbit coupling constant. ആ കപ്ലിംഗ് കോൺസ്റ്റന്റിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ലെറ്റർ കണ്ടോ. This value is for single electron of a configuration and always positive. Spin orbit coupling for convenience a parameter characteristics of a term is used. LS coupling constant for a term is lambda. Perturbation of energy of a term is lambda. Lambda is equal to the equation തന്നിട്ടുണ്ട്. ഇതൊന്നും വലിയ കാര്യമില്ല, പക്ഷെ ഈ ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. ലാംഡ ഉണ്ടല്ലോ, കപ്ലിംഗ് കോൺസ്റ്റന്റ് that is positive for less than half filled and negative if the orbital is greater than half filled. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ലാംഡ വാല്യൂ പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ലാംഡ വാല്യൂ നെഗറ്റീവ്. Each term is split into states by LS coupling specified by J values which differing by unity. Each L value will have 2 L plus 1 components. Each S value will have 2S plus 1 component. അപ്പോൾ J valuesന് എത്ര ടേംസ് ഡിജനറസി ഉണ്ടാവും? 2S plus 1 into 2L plus 1 terms of degeneracy ഉണ്ടാവും. അത്രയും ഡിജനറേറ്റ് ടേംസ് പോസിബിൾ ആയിരിക്കും. ഇനി നമുക്ക് ടേം സിമ്പിൾസ് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മളൊരു ഫ്രീ ആറ്റം അല്ലെങ്കിൽ അയോണിന്റെ ടേം സിമ്പിൾ എങ്ങനെ എഴുതാന്ന് നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള P2 സിസ്റ്റം ആണ്. അപ്പം P2 സിസ്റ്റം പറഞ്ഞാൽ 1s2 2s2 2p2. അതിൽ 1s2 2s2 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ടേമിൽ എനർജിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണില്ല ഫുൾ ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഒന്നും. ഈ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലാത്ത ഓർബിറ്റൽസ് മാത്രമാണ് ടേം എനർജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺസിഡർ ഓൺലി 2p ഇലക്ട്രോൺസ് ഈച്ച് ഹാവ് L is equal to 1 with possible sum of ML is equal to 2 1 0. ഇവിടെ ഇപ്പോൾ നോക്കാം, P എന്ന് പറയുന്ന ഓർബിറ്റലിൽ നമുക്ക് 1 0 -1 ആണുള്ളത്. ഇപ്പൊ 2 ഇലക്ട്രോൺ ആകുമ്പോൾ Lല് 1 1 ആയിട്ട് 1ലും 0ലും നിൽക്കുമ്പോൾ L1 എന്ന് പറയുന്നത് 1, L2 എന്ന് പറയുന്നത് 0 അല്ലെ. അപ്പൊ ടോട്ടൽ L1 plus L2 പറഞ്ഞാൽ 1 ആണ്. ഇനി ഈ ഇലക്ട്രോണിന് തന്നെ എങ്ങനെയും കൂടെ നിൽക്കാം. ഈ 1 L is equal to 1 എന്നുള്ള ലെവലില് രണ്ടും അതിൽ തന്നെ നിൽക്കാം പെയർഡ് ആയിട്ട്. അപ്പൊ എന്താണ് ടോട്ടൽ L വാല്യൂ 1 plus 1 2 ആണ് അല്ലെ. പിന്നെ ഇലക്ട്രോണിന് എങ്ങനെ നിൽക്കാം? ഈ L is equal to 1 എന്നുള്ള ടേമിലും L is equal to -1 എന്നുള്ള ടേമിലും നിൽക്കാം. അപ്പൊ ML വാല്യൂ എത്രയാണ്? L1 plus L2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ടോട്ടൽ സം എന്ന് പറയുന്നത് പോസിബിൾ ഫോർ ദിസ് എന്ന് പറയുന്നത് ML is equal to 210. ML വാല്യൂസ് 210 എന്ന് പറഞ്ഞാൽ 0ക്ക് S ടേം ആണ്,
1ന് പി ടേം ആണ്, 2ന് ഡി ടേം ആണ്. അപ്പൊ എസ് പി ഡി ടേംസ് ആയി അല്ലെ. ഇനി സ്പിന്നിന്റെ കാര്യമാണ് നോക്കുന്നത്. സ്പിന്ന് രണ്ടും പാരലൽ ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ആന്റി പാരലൽ ആവും. പാരലൽ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എസ് എത്രയാണ്? 1 ആണ്. ആന്റി പാരലൽ ആണെങ്കിൽ എസ് 0 ആണ്. എസ് 1 എന്ന് പറഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ എസ്, സ്മോൾ എസ് ഹാഫ് ഹാഫ് ആണ്. അപ്പൊ ക്യാപിറ്റൽ എസ് എന്ന് പറയുന്നത് ഹാഫ് പ്ലസ് ഹാഫ്, ഹാഫ് മൈനസ് ഹാഫ്. അങ്ങനെയാണ് 1ഉം 0യും വന്നത്. അപ്പൊ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു 1 ആവുമ്പോൾ 2s പ്ലസ് 1 3 ആവും. എസ് ഇസ് ഈക്വൽ ടു 0 ആവുമ്പോൾ മൾട്ടിപ്ലിസിറ്റി 1 ആവും. സിംഗ്ലറ്റ്, ട്രിപ്ലറ്റ്. ഓക്കെ. സ്പെക്ട്രൽ പാർട്ട് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അത് പെട്ടെന്നൊന്നും നമുക്ക് തീർക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കാം. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.